ഹലോ ഗൈസ്. അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്നല്ല, നാളെയാണ് 20-ാം തീയതിയാണ് പൊന്നിൻ്റെ ബർത്ത്ഡേ. അപ്പം ഇന്ന് 12 മണിക്ക് നമ്മളൊരു കേക്ക് കട്ടിങ് ഉണ്ട് ഗൈസ്. അവൾ സർപ്രൈസായിട്ട് ഞാൻ കൊടുക്കാനാണ് ഇരിക്കുന്നത്. പക്ഷേ അവൾ അറിയില്ലെന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം അവൾ അറിഞ്ഞു കഴിഞ്ഞാലും ഇല്ലെങ്കിലും എന്തായാലും വീഡിയോ വരുന്നുണ്ട്. അപ്പം അറിഞ്ഞാലും നമ്മളത് തന്നെ കണ്ടിന്യൂ ചെയ്യും. അറിയാതെ നോക്കാം, മാക്സിമം നോക്കാം. സർപ്രൈസായിട്ട് നമ്മൾ 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യുന്നത് പോലെ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ കേക്ക് മേടിക്കുന്ന നമുക്ക് ഒരു പിടിയില്ല. അപ്പം ഞാൻ ജസ്റ്റ് പുറത്ത് വരെ പോകാമെന്നും പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പം 12 മണിക്ക് അവൾ അറിയാതെ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനാണ് ഗൈസ്. അപ്പം പൊളിഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താണെന്ന്. എന്തായാലും എല്ലാം ഞാൻ വീഡിയോ ഉൾപ്പെടുത്താം. ഓക്കെ, നമ്മൾ നേരെ കേക്ക് മേടിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ വീടിൻ്റെ താഴെ ഇറങ്ങി നിൽക്കുക, താഴോട്ട് വരുന്ന വഴിയിലാണ് ഗൈസ്. പൊന്നുവിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് കാര്യം ചെയ്യുന്നതിന് പാടാണ് ഗൈസ്. അപ്പോൾ എനിക്കറിയത്തില്ല, നമ്മൾ സർപ്രൈസായിട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. മാക്സിമം നമ്മൾ അത് ആ കേക്ക് 12 മണി വരെ സേഫാക്കാൻ നോക്കാം. കണ്ണ് വെട്ടിക്കണം ഗൈസ്. അപ്പം അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ ഗൈസ്. ഓക്കെ, അപ്പം നേരെ പോയി മേടിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഈ ഒരു പ്രശ്നം കൊണ്ടാണ് ഗൈസ് നമ്മൾ പ്രാങ്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തത്. കാരണം പ്രാങ്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്യാമറ എടുത്തുകൊണ്ട് വരുമ്പോഴേ അറിയാം പ്രാങ്ക് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ എടുക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സർപ്രൈസ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ടാസ്ക്കാണ് ഗൈസ്. ഞാനിപ്പോൾ എവിടെ പോയെന്നൊരു 100 ചോദ്യം. എവിടെയാണ് നീ പോയത്, എവിടെ പോകുന്നതെന്നൊക്കെ. അപ്പോൾ ഇന്ന് കേക്ക് മേടിക്കുന്നില്ല എന്ന് അവളെ ഇത് ഉറപ്പാക്കണം. എന്ന് വെച്ചാൽ ഇന്ന് കേക്ക് മേടിക്കുന്നില്ല എന്നുള്ള രീതി ഞാൻ ഇങ്ങനെ നടക്കും. എന്നിട്ട് 12 മണിക്ക് ഇങ്ങനെ കേക്ക് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. നോക്കാം, പൊളിയുവാണെങ്കിൽ അറിയത്തില്ല ഗൈസ്. സർപ്രൈസ് ആവില്ലയോ നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ നേരെ പോയത് ATMിലോട്ടാണ്. കുറച്ച് പൈസ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ പൈസയൊക്കെ എടുത്തു. നേരെ കേക്ക് മേടിക്കാൻ പോയി ഗൈസ്. നമ്മൾ ആ കാണുന്ന ഈ കേക്കും ഒരു റെഡ് വെൽവെറ്റും അതാണ് ഗൈസ് മേടിച്ചത്. മറ്റേത് ചോക്ലേറ്റിൻ്റെ ആണ്. അപ്പം അതിനകത്ത് പിന്നെ പേരെഴുതുകയാണ്, ഹാപ്പി ബർത്ത്ഡേ പൊന്നു. ഇതാണ്ടേ, നമ്മളത് പാക്ക് ചെയ്തു, നേരെ പോവാണ് ഗൈസ്. പിന്നെ നമ്മൾ 3 അവിൽ മിൽക്ക് മേടിച്ചു. ഒരെണ്ണം പാഴ്സൽ, 2 ഞങ്ങൾ ഓടിച്ചു. എൻ്റെ കൂടെ ഒരു പയ്യനുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ സാധനം സേഫായിട്ട് വേറൊരു സ്ഥലത്താണ് ഗൈസ് വെച്ചേക്കുന്നത്. അപ്പം ഒന്നും അറിയാത്തവരെ നമ്മളൊരു അവിൽ മിൽക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം 5 മണിയായി ഗൈസ്. അപ്പം ഇതുവരെ അവൾ അറിഞ്ഞിട്ടില്ല, അവൾ റൂമിലായിരിക്കുന്നു. ഞാൻ പുറത്ത് നമ്മൾ കേക്ക് മേടിച്ച് വേറൊരു വീട്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ഇനി 12 മണി വരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. സർപ്രൈസ് ആവുമല്ലയോ നോക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക് വേറെ വീട്ടിലായിരുന്നു ഇരുന്നത്. അപ്പോൾ നമ്മളത് എടുത്തുകൊണ്ട് വന്ന് ഇനി അവൾ ഉറങ്ങി കിടക്കും. നമ്മൾ ക്യാൻഡിൽസ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൊണ്ട് ചെന്ന് നോക്കാം. അപ്പോൾ സർപ്രൈസ് ആവില്ല നോക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ് കേക്ക്. അപ്പം ഞാൻ ക്യാൻഡിൽസ് എല്ലാം കത്തിക്കാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. ക്യാൻഡിൽസ് എല്ലാം കത്തിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മളിനി ക്യാൻഡിൽസ് എല്ലാം കത്തിക്കണം. ഓക്കെ, സർപ്രൈസ് ആവും നമ്മൾ വിചാരിക്കുന്നത്. ഓക്കെ, അവൾ ഉറങ്ങി കിടക്കും. ഓക്കെ 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 ഗൈസ്, 59ആയി. നമുക്ക് ലൈറ്റൊക്കെ ചെയ്യാം. കൈ കൊള്ളുന്നു ഗൈസ്. കൈകൊണ്ട് ടാസ്ക്കാണ് ഗൈസ്. അവളറിയാതൊക്കെ ചെയ്യുന്നത്. കൈ കൊള്ളുന്നു ഗൈസ്. 59. ഗൈസ്, ഞാൻ മാത്രമേ ഉള്ളൂ ഗൈസ്. കത്തുന്നില്ലല്ലേ? ഓക്കെ സെറ്റ് ഗൈസ്. 59ആയി. പോവാം ഗൈസ്. 2 കത്തിയില്ല. ഗൈസ്, 2 കത്തുന്നില്ല ഗൈസ്.
ഗൈസ് എല്ലാം അണഞ്ഞു പോകുന്നത്. പൊന്നു 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 അവിടെ നോക്കിയേ. ആ ഹാപ്പി ബർത്ത്ഡേ. എല്ലാം ഉരുകി വീഴുന്നു പെട്ടെന്ന്. ഉറങ്ങി കണ്ണൊക്കെ സീനായിരിക്കും ഗൈസ്. ഇപ്പം ഗൈസ് പൊന്നു ഇത് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇതെല്ലാം മാറ്റി കെട്ടി ഗൈസ്. നമ്മൾ അടുത്തൊരു കേക്കുണ്ട്, അത് നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ഗൈസ് കട്ട് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ രണ്ടുപേരും മാത്രം. ഹാപ്പി ബർത്ത്ഡേ പൊന്നു ഗൈസ്. ഈ കേക്ക് നമ്മൾ രണ്ടുപേരും മാത്രം നമ്മുടെ റൂമിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞ് അവരെ വിളിച്ചിട്ട് വേറെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്. പൊന്നു അങ്ങനെ എല്ലാവരും പറയുന്നത് പോലെ കൊച്ചു കുട്ടിയല്ല ഗൈസ്. പൊന്നു 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയാണ്. ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. സർപ്രൈസ് ആയിരുന്നില്ല, പൊന്നു ബന്ധപ്പെട്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ അമ്മയ്ക്ക് വിളിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത കേക്ക് ഉണ്ട് ഗൈസ്. അത് അമ്മയുണ്ട്. ഓക്കെ കട്ട് ചെയ്ത് മുറിച്ച ഓക്കെ ഗൈസ്. എല്ലാവരും ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. അമ്മയ്ക്ക് കിട്ടിയത് ഓക്കെ ഗൈസ്. ഇപ്പം നമ്മൾ 2 കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് അമ്മയൊക്കെ വിളിച്ച് കട്ട് ചെയ്ത്, പിന്നെ എല്ലാവരും ഉറക്കമായി ഗൈസ്. അപ്പം പൊന്നൊക്കെ ഉറങ്ങി ചത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഹാപ്പി ബർത്ത്ഡേ ഗൈസ്. ഇനി ഇത് ഞങ്ങൾ തന്നെ തിന്നി തീർക്കണം ഗൈസ്. ഗൈസ് അപ്പോൾ എനിക്ക് 19 വയസ്സായിരിക്കുകയാണ്. കാരണം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റേ ഉള്ളൂ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനൊരു സർപ്രൈസ് ഇവൻ തരുന്നു. കാരണം കേക്കില്ല, നാളെ എന്തെങ്കിലും കാണും എന്നാണ് എൻ്റെ മനസ്സിൽ. ഇന്ന് രാത്രി എന്താന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. നാളെ നമ്മൾ പറഞ്ഞു, നാളെ കുറച്ച് പരിപാടി ഉണ്ട്. അപ്പൊ ഞാൻ ഉറക്കം വേണ്ട. അപ്പോൾ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ എന്താന്ന് എനിക്കങ്ങോട്ട് ആഘോഷിച്ച് ഞാൻ മൂഡ് അങ്ങോട്ട് വന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ 19 വയസ്സായി. അപ്പം ഇന്ന് തന്നെ നമ്മൾ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു വൈകുന്നേരം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എനിക്ക് എങ്ങനെ 19 വയസ്സായി, പണ്ടല്ലേ ആവത്തോളൂ എന്ന് കുറേ ഒരു കമൻറ്റ് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ചേർന്നത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഏജ് വന്നത്. കാരണം ക്ലാസ്സിൽ ഞാൻ സ്കൂളിൽ ചേർത്തപ്പോൾ എന്നെ നേരത്തെ ചേർത്ത്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഏജിൻ്റെ ഒരു ഇത് വന്നത്. എനിക്ക് കറക്റ്റ് ഈ ഒരു ഇയർ ഈ ഫെബ്രുവരി 20 എനിക്ക് 19 വയസ്സായി. സോ ഹാപ്പി. ഈ ഒരു എനിക്ക് ചോട്ടൻ്റെ കൂടെ ഒരുമിച്ചിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആയിരുന്നു. രണ്ടാമത്തെ സോറി. അന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ഒന്ന് നമ്മൾ ആഘോഷിച്ചത്. പിന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് എന്തായാലും ഈ ഒരു ടൈമിൽ എന്തായാലും ചോട്ടിൻ്റെ കൂടെ ഞാൻ ഉണ്ടായി. എന്തായാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സർപ്രൈസ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. താങ്ക് യു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള എല്ലാ ബർത്ത്ഡേസ് എല്ലാം നമ്മുടെ ആഘോഷങ്ങളും ഞങ്ങൾ ഒരുമിച്ച് കാണും. അപ്പോൾ സോ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നാളെ എന്തായാലും ബർത്ത്ഡേയുടെ വേറെ വ്ളോഗ് വരുന്നുണ്ട്. അതെന്തായാലും നാളെ കാണാം. ഓക്കെ ബൈ.